This is Jasina from MS Solution. Yes, എൻ്റെ SSLC മക്കളെ, എടാ നമ്മുടെ എക്സാം ഇതേ ഇവിടെ അടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിലുള്ള ഒരു ടെൻഷനാണ്, ഹിന്ദിയുടെ പാറ്റേൺ മാറിയിട്ടുണ്ട്, സോ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണിത് അല്ലേ. അപ്പം നമുക്ക് ഒരുപാട് സമയമൊന്നും ഇല്ലാതെ നമുക്ക് നാളെ പോയിട്ട് എക്സാം എഴുതാനുള്ളതാണ്. അതുകൊണ്ട് എന്താ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് നിങ്ങളെന്ന് എനിക്കറിയാം. സോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് മിസ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എന്താണ് നോക്കിക്കേ, ഇമ്പോർട്ടൻറ്റ് ഫോർമാറ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് ഫോർമാറ്റ്സ് നിങ്ങൾക്കറിയാലോ, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും അല്ലേ. ഡയറി, ലെറ്റർ, പട്കഥ, അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് വരും. പക്ഷേ ആ ചോദ്യങ്ങൾക്ക് നമുക്ക് 4 മാർക്ക് മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ശരിയാക്കണോടാ? യെസ്, ഫോർമാറ്റ് ശരിയാക്കണം. ഇപ്പോഴും പലർക്കും എന്താണ് ഫോർമാറ്റിനെ കുറിച്ച് വലിയ ധാരണയില്ല അല്ലേ. എല്ലാവരും ചോദിക്കാറുണ്ട്, മിസ് ആ പട്കഥയുടെ ഫോർമാറ്റ് ഒന്ന് തരുമോ, ലെറ്ററിൻ്റെ ഫോർമാറ്റ് ഒന്ന് തരുമോ എന്ന് വെച്ചാൽ ഒരുപാട് മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. സോ നിങ്ങൾ എന്താണ് ഇതങ്ങ് പഠിച്ചോ, ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ. നോക്കടാ, നമുക്ക് ആദ്യം വരുന്ന ചോദ്യമാണ് അല്ലേ, 10 ലെറ്റർ നിർബന്ധമായിട്ട് നമുക്ക് ചോദിക്കും. അടുത്തത് പട്കഥയാണ് അല്ലേ. ഇതൊക്കെ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ദെൻ ഡയറി, റപ്പട്ട്, ന്യൂസ് റിപ്പോർട്ട്, പോസ്റ്റർ വരും. 2 ടൈപ്പായിട്ട് അല്ലേ, 2 രീതിയിൽ നമുക്ക് പോസ്റ്റർ വരും. അടുത്തത് ടിപ്പണിയാണ് അല്ലേ. ടിപ്പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റ് തന്നിട്ട് ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ലേഖനം എഴുതാൻ തരും, അല്ലെങ്കിൽ കവിതയുടെ ടിപ്പണി എഴുതാൻ തരും. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ടിപ്പണി പ്രതീക്ഷിക്കാം. ദെൻ അടുത്തത് ചരിത്രകഥ ടിപ്പണിയാണ്, ക്യാരക്ടർ സ്കെച്ച് ആണ് അല്ലേ. അപ്പം നമുക്ക് ആ ചാപ്റ്റർ മുഴുവനായിട്ട് അറിയാം, സമ്മറി നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്ലസ് ഈ ഫോർമാറ്റ് കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് അടിപൊളിയായി എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ചോദ്യത്തിന് ഉത്തരം തരാണ്. അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് ഏതാണ്? യെസ്, ലെറ്റർ അല്ലേ. അപ്പോൾ ഒരു ലെറ്റർ 4 മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ലെറ്ററിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കിക്കേ. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ബോക്സ് വരയ്ക്കാം കേട്ടോ. ബോക്സ് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇത്, വെറുതെ ഒരു ഷോക്കി എന്ന് വിചാരിക്കാതെ ബോക്സ് നിർബന്ധമായിട്ട് വരയ്ക്കാം. ദെൻ അതിനുശേഷം റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? സ്ഥാൻ അല്ലേ. സ്ഥാൻ എന്താ, പ്ലേസ് അല്ലേ, എന്താണ് സ്ഥലം കൊടുക്കണം. ദെൻ താരീഖ് അല്ലേ, ഡേറ്റ് കൊടുക്കണം. ഓക്കെ, ഈ 2 കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ചോദ്യം വായിക്കുന്നു, ആർക്ക് എഴുതുന്നത് നമ്മൾ മനസ്സിലാക്കി, ദെൻ ലെറ്റർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി, ദെൻ ഒരു ബോക്സ് വരയ്ക്കുന്നു, റൈറ്റ് സൈഡിലായിട്ട് സ്ഥാൻ താരീഖ് എന്ന് കൊടുക്കുന്നു. ദെൻ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രിയമിത്ത് എന്നുള്ള സല്യൂട്ടേഷൻ, അതായത് ആർക്കാണോ നമ്മൾ ലെറ്റർ എഴുതുന്നത് അവരുടെ പേരാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഈ മിത്ര എന്നുള്ള സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? പേര് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ പേര് കൊടുത്തിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് എഴുതുന്നതാണെങ്കിൽ എന്ത് വാക്കാം? നമുക്ക് മിത്രന്ന് മാത്രം മതി, നിങ്ങൾ അവിടെ പേര് മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ബോക്സ് വരയ്ക്കുന്നു, റൈറ്റ് സൈഡിലായിട്ട് സ്ഥാൻ താരീഖ് കൊടുത്തു, ദെൻ നമ്മൾ പ്രിയമിത്ര എന്ന സല്യൂട്ടേഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ക്ലീഷേ സാധനം എന്താണ്, ഇതങ്ങ് പഠിച്ചു വെച്ചോ, ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. എന്താണ്? തും കെസേ ഹോ, നിനക്ക് സുഖാണോ? മേം, ഞാൻ, യഹാം, ഇവിടെ, കുശൽ സേഹം, ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഈ 2 കാര്യം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ലെറ്റർ തുടങ്ങേണ്ടത്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തന്ന ചോദ്യം, അതായത് ആ ലെറ്ററിൻ്റെ ഒരു സബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ, അതിലേക്ക് നിങ്ങൾ നേരിട്ട് കടക്കരുത്. ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ അതിലേക്ക് കടക്കാവൂ. ഓക്കെ, അതിനുശേഷം എന്ത് പറയാ? ഏക ബാത്ത്, ഒരു കാര്യം, ബത്താനെ കേലിയെ, പറയാൻ വേണ്ടി കേലിയെ, വേണ്ടിയാണ്, മേം, ഞാൻ, യഹ് പത്ര, ഈ ഒരു ലെറ്റർ, ലിഖ്താഹും, എഴുതുന്നത്. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേ? അപ്പം നമ്മൾ ആദ്യം സ്ഥാൻ താരീഖ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ അത് പതിയാനാണ് കേട്ടോ. ഓക്കെ, അപ്പം സ്ഥാൻ താരീഖ് കൊടുക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സല്യൂട്ടേഷൻ കൊടുത്തു, തും കെസേ ഹോ, നിനക്ക് സുഖാണെന്ന് ചോദിച്ചു, മേ യഹാം കുശൽ സേഹും, എനിക്കിവിടെ സുഖാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഏക് ബാത്, അതായത് നമുക്കൊരു ക്വസ്റ്റ്യനിൽ ഒരു സാധനം ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒരു കാര്യം പറയാനായിരിക്കുമല്ലോ, അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ലെറ്റർ എഴുതുന്നതെന്ന് പറയാം. ദെൻ നമ്മുടെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞത്, ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വരുന്നത് നമ്മൾ ആദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. ദെൻ എന്താണ് സബ്ജക്റ്റ് മനസ്സിലാക്കി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു 2, 3, 4 ലൈൻ മാത്രം എഴുതിയിട്ട് എന്ത് ചെയ്തോളാം, അതവിടെ ക്ലോസ് ചെയ്തോളാം. ദെൻ അതിനുശേഷം എങ്ങനെയാണ് ലെറ്റർ അവസാനിപ്പിക്കുക? നമ്മളിങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമുണ്ടോ? ലെറ്റർ അവസാനിപ്പിക്കണ്ടേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകണ്ടേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വാപ്പസി പത്ര കി മറുപടി കത്ത്, വാപ്പസി പത്ര മറുപടി കത്ത്, ഇന്തസാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ചെയ്യട്ടോ. അപ്പം മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ലെറ്റർ അവസാനിപ്പിക്കേണ്ടത്. എന്നിട്ട് എന്ത് കൊടുക്കാം? സസ്നേഹ്, സസ്നേഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് ലവ് എന്ന് എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആരാണ് ഈ ഒരു ലെറ്റർ എഴുതുന്നത്? ലെറ്റർ എഴുതുന്ന ആളില്ലടാ.
ഓക്കെ, ലെറ്റർ എഴുതുന്ന ആളുടെ പേര് തുമാരാ മിത്ര, നാം, ഹസ്താക്ഷർ. സൈൻ നിങ്ങൾ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ആണ് കേട്ടോ. അപ്പൊ അത് ബ്രാക്കറ്റിൽ ഇട്ട് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതുന്നു? വാപ്പസി പത്രിക ഇന്റസാർമേ എന്ന് പറഞ്ഞ് നമ്മൾ ലെറ്റർ അവസാനിപ്പിച്ചു. ഇനി നമ്മളൊന്നും അവിടെ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല, അത് നമ്മൾ അവസാനിപ്പിച്ച് കഴിഞ്ഞു. അതിനുശേഷം സസ്നേഹ വിത്ത് ലവ് എന്ന് എഴുതിയിട്ട് റൈറ്റ് സൈഡിൽ താഴെയായിട്ട്, അതായത് നമ്മൾ സ്ഥാൻ താരീഖ് എഴുതിയില്ലേ, അതിന്റെ താഴെയായിട്ട് നമ്മൾ എന്ത് എഴുതണം? തുമാരാ മിത്ര, നാം, ഹസ്താക്ഷർ. ലെറ്റർ ആരാണ് എഴുതുന്നത്? ഓക്കെ, ഫ്രം അഡ്രസ് ആണ് കേട്ടോ. ലെറ്റർ ആരാണ് എഴുതുന്നത്? നിങ്ങൾ പേരൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുമാരാ മിത്ര എന്ന് എഴുതാ, നാം എന്ന് എഴുതാ, ഹസ്താക്ഷർ എന്നെന്ത് ചെയ്യുക? ഒരു ബ്രാക്കറ്റിൽ ഇട്ട് വെക്കുക. അത്രയും മതി. ദെൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് എന്ത് ചെയ്യുക? ഇതുപോലെ ഒരു ചെറിയൊരു ബോക്സ് വരച്ചിട്ട് ടു അഡ്രസ്, അതായത് നിങ്ങൾ ആർക്കാണോ എഴുതുന്നത്, ഓക്കെ, ആർക്കാണോ നിങ്ങൾ എഴുതുന്നത് അതെന്ത് ചെയ്യുക? ഇങ്ങനൊരു കുഞ്ഞു ബോക്സ് വരച്ചിട്ട് സേവാമേ നാം പത. നിങ്ങൾ അഡ്രസ്സും പേരും ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പത എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്രസ് ആണ് കേട്ടോ. അഡ്രസ് ആണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ പേരും അഡ്രസ്സും ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്യുക? ഇതുപോലെ ചെറിയൊരു ബോക്സ് വരയ്ക്കുന്നു, സേവാമയം എന്ന് എഴുതാ, നാം എന്ന് എഴുതാ, പത എന്ന് എഴുതാം. ഇത്രയും കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ലെറ്ററിന്റെ ഫോർമാറ്റ് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ലെറ്റർ ഫോർമാറ്റ് സെറ്റ് അല്ലേടാ? ക്ലിയർ അല്ലേ? അപ്പൊ ഇത് എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് സെറ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ സ്ഥാൻ താരീഖ് കൊടുക്കുന്നു, സല്യൂട്ടേഷൻ കൊടുക്കുന്നു, സുഖാണോ എന്ന് ചോദിക്കുന്നു, ദെൻ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതുന്നു, വാപ്പസി പത്രിക ഇന്റസാർ മേം എന്ന് പറഞ്ഞ് നമ്മൾ ലെറ്റർ അവസാനിപ്പിക്കുന്നു. റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഫ്രം അഡ്രസ്സും, ദെൻ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് ടു അഡ്രസ്സും. ഇത്രയും മതി. സെറ്റ് അല്ലേടാ? ക്ലിയർ അല്ലേ? യെസ്. ദെൻ അടുത്ത നോക്കിക്കേ, എല്ലാവർക്കും വളരെ വളരെ വില്ലനായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും വളരെ ടെൻഷനാണ്. മിസ്സേ, ഇനിയും ഒരുപാട് പേര് എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മിസ്സേ പട്കഥ എങ്ങനെ എഴുതാം? യെസ്, പട്കഥ എഴുതാൻ വളരെ സിമ്പിളാണ്. പട്കഥയിൽ എന്തെല്ലാം സ്റ്റെപ്പുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? നോക്കിക്കേ, ഇതാണ് ഒരു പത്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കടാ. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് കേട്ടോ, നമ്മൾ എഴുതേണ്ടത് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ദൃശ്യമാണ്, അതായത് സീൻ നമ്പർ. ഓക്കെ, ദൃശ്യം 1 2 ഒക്കെ നമുക്ക് എഴുതാം. നമുക്കിപ്പോൾ ഒരു ചോദ്യം തന്നു. ഓക്കെ, അപ്പോൾ ഒരു പാരഗ്രാഫ് തന്നു. ഈ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട, ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്താനാ പറയാ? പട്കഥ എഴുതാനാ പറയാ. ഒരിക്കലും ഒരു ചാപ്റ്ററിൻ്റെതല്ല പറയാ. ആ ചാപ്റ്ററിലെ ഏതെങ്കിലും ഒരു ഭാഗം തന്നിട്ട് അതിന്റെ പട്കഥ എഴുതാനാണ് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തന്ന പട്കഥയിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും കേട്ടോ. ഞാൻ പറയാം. ദൃശ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എഴുതാം. ദൃശ്യം എഴുതാം 1 2 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നമ്പർ എഴുതാം. അടുത്തത് സ്ഥാൻ. രണ്ടാമതായിട്ട് എന്താണ്? പ്ലേസ് ആണ്, സ്ഥലം. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിൽ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവും അല്ലെ? അതൊക്കെ വേറെ വേറെ സ്ഥലങ്ങളിലായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് തന്ന സന്ദർഭം എവിടെയാണ് നടക്കുന്നത് നിങ്ങൾക്കത് വായിക്കുമ്പോൾ തന്നെ ക്ലിയർ ആവും. അപ്പൊ എന്ത് ചെയ്യുക? അത് ആ ചോദ്യത്തിൽ നിന്നൊന്നും സ്ഥാനം എടുക്കുക, സ്ഥാനം എഴുതുക, ആ സ്ഥലം ഇവിടെ എഴുതാം. ഓക്കെ, സ്ഥാനം കൊടുക്കുന്നു, നമ്മൾ ആ സ്ഥലത്തിന്റെ പേര് എഴുതുന്നു. അടുത്തത് സമയമാണ് കേട്ടോ. സമയമാണ് 3. എന്താണ്? സമയം. ആ ഒരു സന്ദർഭം, ആ ഒരു സംഭവം നടക്കുന്ന സമയം, അത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇപ്പം രാവിലെ സുബഹ് എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സമയം കൊടുക്കാം. അപ്പം നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒന്ന് സുബഹ് കൊടുക്കാം, സുബഹ് കൊടുക്കാം. അല്ലെങ്കിൽ ഉച്ചയാണെങ്കിൽ ദോപഹർന്ന് കൊടുക്കാം. ഈവനിങ് ആണെങ്കിൽ ഷ്യാം കൊടുക്കാം. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്തത് ഏതാണ്? പാത്ര അല്ലെ? കഥാപാത്രമാണ്, ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും അല്ലെ? ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അവരുടെ പേര് മൊത്തമല്ല നിങ്ങൾ എഴുതി വെക്കേണ്ടത്. പാത്രം എന്ന് എഴുതുന്നു. നിങ്ങൾക്ക് തന്ന സന്ദർഭത്തിൽ 1 2 3 വ്യക്തികൾ ഉണ്ടാവും അല്ലെ? അപ്പൊ ചിലപ്പോൾ 2 വ്യക്തികൾ മാത്രമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക? പാത്രം എഴുതിയിട്ട് അവരുടെ പേര് എഴുതാം. ഓക്കെ, 1ാമത്തെ ആളുടെ പേര് എഴുതുന്നു, 2ാമത്തെ ആളുടെ പേര് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഉംറ എന്ന് പറഞ്ഞാൽ എന്താണ്? വയസ്സാണ്. അത് കഴിഞ്ഞിട്ട് വേഷ്ഭൂഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രസ്സിങ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം പാത്രം എഴുതുന്നു. അത് ഇവിടെ 2 ഐഫൺ ഇട്ടിട്ട് എന്ത് ചെയ്യുക? അതാ ഇവിടെ 1ാമത്തെ ക്യാരക്ടറിന്റെ പേര് എഴുതി ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യുക? അയാളുടെ വയസ്സും ഡ്രസ്സിങ്ങും എഴുതുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. 2ാമത്തെ ക്യാരക്ടറിന്റെ പേര് എഴുതുക, ഒരു ബ്രാക്കറ്റ് ഇടുക, വയസ്സ് അതുപോലെ ഡ്രസ്സിങ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? കരീബ് 50 സാൽ എന്ന് നമുക്ക് എഴുതാം. ഏകദേശം ഒരു 50 വയസ്സ് നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ ഡ്രസ്സിങ് വേണമെങ്കിൽ എന്താണ്? ഒരു പൈജാമ, കുർത്ത, ആ രീതിയിൽ കുർത്ത ധോത്തി, ആ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക? അത് ക്ലോസ് ചെയ്യാം. ഓക്കെ,
അപ്പൊ എന്ത് ചെയ്യുക, അത് എഴുതി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് എഴുതാം, വാതാവരൺ. വാതാവരൺ എന്ന് പറഞ്ഞാൽ ഈ വാതാവരൺ എഴുതി വെക്കേണ്ട, ഇതൊക്കെ എഴുതി, അതായത് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ദൃശ്യം എഴുതി, ഒക്കെ താഴെയായിട്ട് എഴുതുന്നത് ദൃശ്യ, സ്ഥാൻ, സമയ, ക്യാരക്ടറിന് എഴുതുന്നു, ക്യാരക്ടറിന്റെ പേരിന്റെ നേരെ നമ്മൾ വയസ്സും ഡ്രസ്സിങ് എഴുതുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്താണ് അവിടെ നടക്കുന്നത്, എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നുണ്ടാവുമല്ലോ, യെസ്, ആ സംഭവം എന്താന്ന് ഒരൊറ്റ ലൈനായിട്ട് ചുരുക്കി അങ്ങോട്ട് എഴുതാം. ഓക്കെ, അതൊക്കെ ചോദ്യത്തിൽ ഉണ്ടാവും കേട്ടോ, ഇത്രയും കാര്യങ്ങൾ ചോദ്യത്തിൽ ഉണ്ടാവും. ആ പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾ എടുത്തെഴുതിയാൽ മാത്രം മതി, നിങ്ങൾ അത് ആലോചിച്ച് തല പുണ്ണാക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് എഴുതുന്നു, അതിന് എഴുതാനുള്ള ആൻസർ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മുടെ സ്വന്തമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എഴുതേണ്ടത് എന്താണ്, ഈ സംവാദമാണ്. സംവാദം എന്ന് പറഞ്ഞാൽ എന്താണ്, ബാത്ചീത്, വാർത്താലാപാണ്. ആ രണ്ട് ക്യാരക്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന ഭാഗത്തിലെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ആ ഒരു ചാപ്റ്ററിലെ ക്യാരക്ടേഴ്സ് അല്ല, ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് തന്ന ആ ഒരു ഭാഗമില്ലടാ, ആ ഒരു പാരഗ്രാഫ് ഇല്ലടാ, ആ ഭാഗത്തുള്ള ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാം മതി. ഇത്രയും കാര്യം എഴുതി കഴിഞ്ഞാൽ പട്കഥ നമ്മൾ പൂർത്തിയാക്കി, നമുക്ക് അടിപൊളിയായിട്ട് 4 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഒന്നും കൂടി നോക്കിക്കേ, ഇത് പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കത്താൻ കുറച്ച് ടൈം എടുക്കും, പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം ചോദ്യം വായിക്കുന്നു, ദൃശ്യം എഴുതുന്നു, നേരെ നമ്മൾ ദൃശ്യം എഴുതുന്നു, ദെൻ സ്ഥാനം കൊടുക്കുന്നു, സ്ഥലം എഴുതുന്നു, സമയം എഴുതുന്നു, സമയം ഏതാന്ന് എഴുതുന്നു, ദെൻ ക്യാരക്ടേഴ്സിന്റെ പേര് താഴെയായിട്ട് എഴുതുന്നു, ദെൻ അതിന് നേരെ വയസ്സും ഡ്രസ്സിങ്ങും കൊടുക്കുന്നു, ദെൻ അതിനുശേഷം വാതാവരണം, അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് ഒരൊറ്റ സെന്റൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ കൊടുക്കുന്നു, ദെൻ അതിനുശേഷം ആ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷൻ. ഇത്രയും മതി പട്കഥയുടെ കാര്യത്തിൽ. സെറ്റ് അല്ലേടാ, റെഡി അല്ലേടാ? അപ്പൊ നിങ്ങൾ പട്കഥയുടെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണം, നമുക്ക് ഉറപ്പായിട്ട് ചോദിക്കും. സോ ഇത്രയും കാര്യം ശരിയാക്കിയാൽ തന്നെ നമുക്ക് പകുതി മാർക്കോളം കിട്ടൂലേ, then സംവാദം നമുക്ക് എന്തായാലും എഴുതാൻ പറ്റൂലേ അല്ലേ? യെസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ പട്കഥ എന്ന് പറയുന്നത്. then അടുത്ത നോക്കടാ, ഡയറി ആണ് അല്ലെ. ഡയറി നമുക്ക് 4 മാർക്കിന് വരും, വളരെ സിമ്പിൾ ആണ്. ഡയറി ഏത് ഡയറി ചോദിച്ചോട്ടെ, ഏത് ചാപ്റ്റർ ചോദിച്ചോട്ടെ, പൊതുവായിട്ട് അതായത് ഇപ്പൊ ഈ ലെറ്റർ ആയാലും പട്കഥ ആയാലും ഒക്കെ ഏത് ചാപ്റ്ററിന് ചോദിച്ചാലും എന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം അതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക, അതിന്റെ കോണ്ടന്റ് മാത്രമേ മാറുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഏതാടാ, ഡയറി അല്ലെ. ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു ബോക്സ് നമ്മൾ വരയ്ക്കണം. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് താരീഖ്, ഡേറ്റ്. ഓക്കെ, നിങ്ങൾ ഡേറ്റ് ഇട്ട് വെക്കണം എന്നൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡേറ്റ് എഴുതാം, അല്ലെങ്കിൽ താരീഖ് എന്ന് മാത്രം എഴുതിയാൽ മതി. അതിനുശേഷം നിങ്ങളുടെ ചോദ്യം വായിക്കുമ്പോൾ ആ സന്തോഷമുള്ള കാര്യമാണോ ആ ചോദ്യത്തിൽ, അല്ലെങ്കിൽ സങ്കടമുള്ള കാര്യമാണോ എന്ന് നമുക്ക് ആ ചോദ്യം വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം എന്താ നമ്മൾ ഡയറി സ്റ്റാർട്ട് ചെയ്യാൻ. സന്തോഷമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയാ, ആജ്, ഇന്ന്, മേരെ ലിയെ, എനിക്ക് എന്താണ്, ഖുഷി ദിൻ താ. ഖുഷി എന്ന് പറഞ്ഞാൽ എന്താണ്, സന്തോഷമാണ്. ഓക്കെ, ദെൻ സങ്കടമുള്ളതാണെങ്കിലോ ദുഃഖി അല്ലെ. ദുഃഖി എന്ന് പറഞ്ഞാൽ സങ്കടമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഡയറിയിൽ നിങ്ങൾക്ക് ഡയറി എന്താണ്, വളരെ സന്തോഷമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ആ വ്യക്തി ഡയറി എഴുതുന്നെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ആജ് മേരെ ലിയെ ഖുഷി ദിൻ താ. ഇനി സങ്കടമാണെങ്കിൽ ആജ് മേരെ ലിയെ ദുഃഖി ദിൻ താ. രണ്ടും കൂടി ഒരുമിച്ച് എഴുതി വെക്കരുത്. ക്ലിയർ അല്ലേടാ, സെറ്റ് അല്ലേ? യെസ്, ഈ രീതിയിൽ നമ്മൾ ഡയറി സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് നമ്മുടെ ഡയറിയിൽ പറഞ്ഞത് ആ സബ്ജക്റ്റ് വളരെ ചുരുക്കി പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എഴുതാം. ഓക്കെ, ദെൻ ഈ ഡയറി എങ്ങനെ അവസാനിപ്പിക്കാം, ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം, മേം, ഞാൻ, കബി നഹി ഭൂലൂങ്ക, ഒരിക്കലും മറക്കില്ല. സന്തോഷമാണെങ്കിലും നമ്മൾ മറക്കൂല, സങ്കടമാണെങ്കിലും നമ്മൾ മറക്കൂല അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഏതായിക്കോട്ടെ, വിഷയം ഏതുമായിക്കോട്ടെ, നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാലോ അല്ലെ. യെസ്, അപ്പൊ നിങ്ങൾ താരീഖ് എഴുതുന്നു, ഇന്നത്തെ ദിവസം സങ്കടമാണ് അല്ലെങ്കിൽ സന്തോഷമാണെന്ന് തുടങ്ങുക. ദെൻ നമ്മുടെ ചോദ്യത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചുരുക്കി എഴുതുക. അതിനുശേഷം എന്താണ്, ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കൂല എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. താഴെ എന്ത് ചെയ്യുക, ഹസ്താക്ഷർ, ഒരു സൈൻ, ഒരു ഒപ്പ് മതി. ഇത്രയും മതി ഡയറിയുടെ കാര്യം സെറ്റ് ആക്കാൻ. ക്ലിയർ അല്ലേടാ, സെറ്റ് അല്ലേ? ഡയറി വളരെ സിമ്പിൾ അല്ലേ? ഫോർമാറ്റിന്റെ കാര്യത്തിൽ അധികം നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, സെറ്റ് അല്ലേ? ദെൻ അടുത്ത നോക്കിക്കേടാ, പോസ്റ്റർ ആണ് അല്ലെ. പോസ്റ്റർ നമുക്ക് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് അല്ലെ. എന്താണ്, 2 രീതിയിൽ എന്ത് ചെയ്യും, നമ്മളോട് പോസ്റ്റർ ചോദിക്കാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് തരും അല്ലെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കുക. നമുക്ക് അവിടെ ഒന്നും ചിന്തിക്കാനില്ല. പ്രകൃതി എന്താണ്, പ്രകൃതി നമ്മുടെ പ്രകൃതി എന്താണ്, നമ്മൾക്ക് പ്രകൃതിയും നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് എഴുതാം അല്ലെ. അങ്ങനെ എന്താണ് പ്രകൃതി നമുക്ക് തരുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എഴുതാം. ഇനിയിപ്പോൾ
മരസംരക്ഷണമാണെങ്കിൽ എന്താണ്, മരത്തെക്കുറിച്ച് നമുക്ക് എഴുതാം. ജലസംരക്ഷണമാണെങ്കിൽ ജലം എങ്ങനെയാണെന്ന് നമുക്ക് എഴുതാം. അതിൽ നമുക്കൊന്നും നോക്കാനില്ല, ഒരൊറ്റ ബോക്സ് വരയ്ക്കുന്നു, കുറച്ച് പിക്ചർ ആഡ് ചെയ്യുന്നു, ദെൻ ഡയലോഗ് എഴുതുന്നു, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ രണ്ടാമത് വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കണം. ആ രീതിയിലുള്ള പോസ്റ്റർ വന്നാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വളരെ കൃത്യമായിട്ട് ചില ആളുകൾ ചോദിക്കും, എന്താ മിസ് ഈ ചോദ്യം എഴുതിയ മാർക്ക് കിട്ടുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലേ, അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു പോസ്റ്റർ. ഓക്കെ, നിങ്ങൾ ചോദ്യത്തിലുണ്ടാവും ഈ കാര്യമൊക്കെ, ചോദ്യത്തിലുള്ളത് ഇങ്ങനെ അങ്ങോട്ട് എഴുതിയെടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പം ഒരു പരിപാടി നടക്കുന്നു, ആ പരിപാടിക്ക് നിങ്ങൾ മറ്റുള്ളവരെ ക്ഷണിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്ററാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. നോക്കിക്കേ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, കാര്യക്രം, പ്രോഗ്രാം അല്ലേ. പ്രോഗ്രാം എന്താണ് പ്രോഗ്രാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യാണ്, ഒരു നാടകം നടക്കുന്നുണ്ട്. അപ്പോൾ ആ നാടകം, ഏതെങ്കിലും നാടകത്തിന് ഒരു പേരുണ്ടാവുമല്ലോ. ഇന്ന നാടകം നിങ്ങളുടെ സ്കൂളിൽ വെച്ചിട്ട് നടത്താൻ തീരുമാനിച്ചു, ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റർ തയ്യാറാക്കുക എന്ന ചോദ്യമാണെങ്കിൽ ആ കാര്യക്രം, ആ പ്രോഗ്രാം എന്താണ്, നാടകമാണ് അല്ലേ, നാടകമാണ്. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നുള്ളത് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ കാര്യക്രം എന്നല്ല നിങ്ങൾ എഴുതി വെക്കേണ്ടത്, ഈ സ്ഥാനത്ത് എന്താണ് പ്രോഗ്രാം എന്നുള്ള കുറച്ച് വലുതാക്കി എഴുതാം. അതിനുശേഷം നെക്സ്റ്റ് എഴുതേണ്ടത് വിഷയം, സബ്ജക്റ്റ് ആണ്. ഈ നാടകത്തിന് ഒരു പേരുണ്ടാവില്ലേ, അല്ലെങ്കിൽ ഒരു സെമിനാറാണ് നടക്കുന്നെങ്കിൽ ആ സെമിനാറിന് ഒരു വിഷയം ഉണ്ടാവില്ലേ, ആ വിഷയം നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യാം, അത് രണ്ടാമതായിട്ട് നാടകം എഴുതുന്നു, അതിനുശേഷം ആ ഒരു സബ്ജക്റ്റ് എഴുതാം. അതിനുശേഷം എന്താണ്, ഡേറ്റ് ആണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ്, സെപ്റ്റംബർ 10 ഈ ഒരു ദിവസം എന്താണ് ഇന്ന പരിപാടി നടക്കുന്നു എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ എഴുതിയെടുക്കാം. ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്ന് കൊടുക്കാം, ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, സെപ്റ്റംബർ 2025 നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡേറ്റ് കൊടുക്കാം. അതിനുശേഷം എന്താണ്, സമയമാണ് അല്ലേ, ടൈമാണ്. അപ്പോൾ ടൈം ഒന്നും നിങ്ങൾക്ക് എവിടെ തന്നിട്ടുണ്ടാവില്ല, ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, എങ്ങനെ എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ആണെങ്കിൽ സുബഹ 10 ബജേ. ഓക്കെ, അപ്പോൾ ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ സമയം 10 മണിക്ക് നമ്മൾ നടത്തുള്ളൂ എന്ന് തീരുമാനിച്ചാൽ മതി. ഇതിങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ആദ്യം എന്താണ് പ്രോഗ്രാം, ആ പ്രോഗ്രാം എഴുതുന്നു, എന്താണ് വിഷയം അത് താഴെ എഴുതുന്നു. അതിനുശേഷം ഡേറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിൽ നിന്നും ഡേറ്റ് എഴുതാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഡേറ്റ് എഴുതാം. അതിനുശേഷം സമയം, ആ സമയം എന്താണ്, സുബഹ 10 ബജേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സമയം എഴുതാം. അപ്പോൾ എന്ത് ചെയ്യുക, സുബഹ 10 ബജേ നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചോ, അതെങ്ങ് എഴുതാം. അതിനുശേഷം പ്ലേസ് അല്ലേ, സ്ഥാനാണ്. ഈ സ്ഥാനം എഴുതുന്ന സമയത്ത് മക്കളെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വ്യക്തമായി പറയുന്നത് നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്നു എന്നല്ലേ. അപ്പോൾ ആ പ്ലേസ് എവിടെയാണ്, സ്കൂൾ തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, സ്കൂൾ എന്ന് കൊടുത്താൽ പോരാ, സ്കൂൾ സഭാ ഭവൻ, സ്കൂൾ ഓഡിറ്റോറിയം ബൈ ഹാർട്ട് ചെയ്തോളൂ, സ്കൂൾ ഓഡിറ്റോറിയം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, സബ്കാ സ്വാഗത്, ഇത്രയും കാര്യം മതി. അപ്പോൾ പ്രോഗ്രാം എന്താണെന്ന് എഴുതി, സബ്ജക്റ്റ് എഴുതി, ഡേറ്റ് കൊടുത്തു, സമയം കൊടുത്തു, പ്ലേസ് കൊടുത്തു, ഓൾ ആർ വെൽക്കം, എന്ത് സബ്കാ സ്വാഗത് കൊടുക്കുക. ഇത്രയും മതി, 4 മാർക്ക് കിട്ടി. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ. അപ്പം 2 ടൈപ്പ് പോസ്റ്റർ വരും, ഏതാന്ന് നമുക്കറിയില്ല, പക്ഷെ മറ്റേ പോസ്റ്ററിൽ നമുക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഈ പോസ്റ്ററാണ് ചോദിക്കുന്നെങ്കിൽ ഈ രീതി, ഈ സ്റ്റെപ്പുകളെല്ലാം അതിൽ ആവശ്യമാണ്. സെറ്റ് അല്ലേടാ, ക്ലിയർ അല്ലേ. യെസ്, ദെൻ അടുത്തത് കവിത പർ ടിപ്പണി അല്ലേ, കവിതയ്ക്ക് ടിപ്പണി എഴുതാൻ. ഇതിലിപ്പോൾ എന്ത് കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ. കവിത എഴുതുന്ന സമയത്ത്, കവിതയുടെ ടിപ്പണി ആശയം എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കവിതയുടെ ടിപ്പണിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 4 മാർക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശീർഷക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെഡിങ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കവിതയുടെ പേര് തന്നെ കൊടുക്കാം, അതൊന്നും വിഷയമുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഹെഡിങ് ആണ്. അതിനുശേഷം കവിക പരിചയം അല്ലേ, കവിക പരിചയം, കവിയുടെ പേര് കൊടുക്കണം. ഓക്കെ, അപ്പം നമുക്കറിയാം എന്താ, ഇന്ന കവിയുടെ, അതായത് ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായിട്ടുള്ള ഒരു കവിയുടെ പേര് കൊടുക്കാം. ഈ കവിയുടെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു സുന്ദർ കവിതയാണ് എന്ത്, ആ കവിതയുടെ പേര്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കവിയുടെ പേര്, ദെൻ അത് കഴിഞ്ഞിട്ട് കവിതയുടെ പേര്, അത് കഴിഞ്ഞിട്ട് എന്താടാ, വരികൾ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് കൊടുത്തു, ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ പ്രേംചന്ദ് എടുക്കാം. അപ്പോൾ ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായിട്ടുള്ള പ്രേംചന്ദിൻ്റെ എക് സുന്ദർ കവിത ഹേ, കവിതയുടെ പേര്. ഹിന്ദിക്ക് പ്രസിദ്ധ കവി എന്താണ്, നാഗാർജുനോ നിങ്ങൾ അല്ലെങ്കിൽ പ്രേംചന്ദെന്നോ ഏതെങ്കിലും ഒരു കവിയായിരിക്കില്ല, നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കവിത എടുക്കലോ തരാം. അപ്പോൾ ആ കവിത എഴുതിയ ആളുടെ പേര് കറക്റ്റ് ആവണേ മക്കളെ. അപ്പോൾ ഇന്ന ആളുടെ പ്രസിദ്ധ കവിയായിട്ടുള്ള സുന്ദർ കവിതയായിട്ടുള്ള ഇന്ന
കവിതയാണ് എന്ന് പറഞ്ഞിട്ട് വേണം എന്താ നമ്മൾ കവിതയുടെ ആ ഒരു വരികളിലേക്ക് നമ്മൾ പോവാൻ, ആ കവിതയുടെ ആശയത്തിലേക്ക് നമ്മൾ പോവാൻ. അത് കഴിഞ്ഞിട്ട് കവിതയ്ക്ക സന്ദേശമാണ്. ആ കവിത എന്തെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് തരുന്നുണ്ടാവും അല്ലെ. ആ കവിതയിലൂടെ കവി ഇന്നതാണ് ഉദ്ദേശിച്ചത് നമുക്ക് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കവിതയുടെ ടിപ്പണി എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആദ്യം തന്നെ ഹെഡിങ് എഴുതുന്നു, കവിയുടെ പേര്, കവിതയുടെ പേര്. അത് കഴിഞ്ഞിട്ടാണ് എന്ത്, കവി കഹത്തെ ഹേ കി, കവി പറയാണ് എന്ത്, ആ കവിതയുടെ വിഷയത്തിലൂടെ കടന്നു പോവാം. ഇത്രയും കാര്യങ്ങളാണ് കവിതയുടെ ടിപ്പണി നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സെറ്റല്ലേ? നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യുക, കവിതയുടെ പേരും കവിയുടെ പേരും നമ്മൾ വെച്ചിട്ട് വേണം, മെൻഷൻ ചെയ്തുകൊണ്ട് വേണം ഈ ഒരു ടിപ്പണി സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ദെൻ അടുത്ത് എന്താണ്, റപ്പട്ടാണ് അല്ലെ. ന്യൂസ് റിപ്പോർട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് അല്ലെ. അപ്പൊ ന്യൂസ് റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു സബ്ജക്റ്റ് തന്നു, ഈ സംഭവവുമായി ബന്ധപ്പെട്ട സമാചാർ അല്ലെ, ഒരു പത്ര റപ്പട്ട് അല്ലെങ്കിൽ സമാചാർ എന്നായിരിക്കും തരാ. സമാചാർ അല്ലെങ്കിൽ റപ്പട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും തരാം. അപ്പൊ റപ്പട്ട് കാണുന്ന സമയത്ത് ഇത് എന്താ സാധനം, അല്ലെങ്കിൽ സമാചാർ കാണുന്ന സമയത്ത് ഇത് എന്താന്ന് വിചാരിക്കേണ്ട. സമാചാർ ആയാലും റപ്പട്ട് ആയാലും എന്താണ്, ന്യൂസ് റിപ്പോർട്ടാണ്, മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്ന ചോദ്യം റപ്പട്ട് എഴുതാനാണെങ്കിൽ എങ്ങനെ എഴുതും? വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് എന്താണ്, ആകർഷണീയ ശീർഷക്. ഓക്കെ, ആകർഷണീയ ശീർഷക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകർഷണീയ ശീർഷക് എന്ന് എഴുതി വെക്കല്ല വേണ്ടത്. നമുക്ക് തന്ന ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള വാർത്തയാണല്ലോ, അപ്പോൾ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെഡിങ്. നമ്മുടെ വീട്ടിലൊക്കെ പോലെ പത്രം ഇടാറുണ്ട്, പക്ഷെ നമ്മൾ പത്രം ഇപ്പോൾ A to Z ഇരുന്ന് വായിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ ഹെഡ്ലൈനിൽ അതിൻ്റെ ഹെഡിങ് വായിക്കും. ആ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കത്തും താഴോട്ട് എന്താണ് പറയാൻ പോകുന്നത് എന്നല്ലേ. യെസ്, അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കുക. ആ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ ഒരു ധാരണ വേണം എന്ത്, താഴോട്ട് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആകർഷണീയ ശീർഷക് എന്ന് എഴുതി വെക്കലല്ല, ഒരു ഹെഡിങ് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം സ്ഥാൻ, ഒരു സ്ഥലം എഴുതുക, ദെൻ 2 കുത്ത്. ഓക്കെ, അപ്പൊ സ്ഥാൻ എന്ന് തന്നെ നിങ്ങൾ എഴുതിക്കഴിഞ്ഞാൽ അതിലുള്ള സ്ഥലം നിങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇനി സ്ഥലം എഴുതിയ തെറ്റി പോവോ, സ്പെല്ലിങ് മാറി പോവോ എന്നൊക്കെ പേടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, സ്ഥാൻ എന്ന് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ആ സബ്ജക്റ്റിലേക്ക്, ഒരു കോണ്ടന്റിലേക്ക് നമ്മൾ കിടക്കുന്നത്. അപ്പൊ ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കുക. അതിനോട് പറ്റുന്ന ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കുന്നു, സ്ഥലം മെൻഷൻ ചെയ്യുന്നു, ദെൻ അതിനുശേഷം കാര്യങ്ങൾ വളരെ ചുരുക്കി പ്രധാനപ്പെട്ടത് എഴുതാം. ഇത്രയും നിങ്ങൾ ക്യാരക്ടർ സ്കെച്ചിൽ നിങ്ങൾ ആ ഒരു കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട്, റപ്പട്ടിൽ നിങ്ങൾ എഴുതേണ്ട കാര്യം, ക്യാരക്ടർ സ്കെച്ച് എന്നാണ് ഇപ്പോൾ പറഞ്ഞേ, റപ്പട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ക്ലിയർ അല്ലേടാ, സെറ്റ് അല്ലേ? അപ്പോൾ റപ്പട്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ നമ്മൾ ഹെഡിങ് എഴുതുന്നു, സ്ഥലം കൊടുക്കുന്നു. അടുത്തതായിട്ട് ചരിത്രഗത ടിപ്പണി. ക്യാരക്ടർ സ്കെച്ച് ഉറപ്പായിട്ടും ചോദിക്കും, നിങ്ങൾക്ക് ഉറപ്പാണല്ലോ. നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സിനെ പഠിക്കാനുണ്ട്. ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഉറപ്പായിട്ട് നമ്മളോട് ചോദിക്കും. ഈ ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം നമ്മൾ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു പാരഗ്രാഫ് തന്നു, ഇന്ന ക്യാരക്ടറെ കുറിച്ച് എഴുതാൻ പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യം എഴുതേണ്ടത് നോക്കിക്കേ, ഡേഷ് കി മഷ്ഹൂർ കഹാനി, അതായത് കവിയുടെ പേര്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ, പ്രേംചന്ദ് കി മഷ്ഹൂർ കഹാനി. ഇനി ആ കഹാനിയുടെ പേര്, ആ ചാപ്റ്ററിൻ്റെ പേര്, അതിലെ മുഖ്യ പാത്ര ഹേ, അതിലെ കഥാപാത്രത്തിൻ്റെ പേര്. ഓക്കെ, അപ്പം ഇന്ന കവിയുടെ പ്രധാനപ്പെട്ട, ഇന്ന കഥയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ആര്? യെസ്, ഇന്ന ആള്. അപ്പൊ നമുക്കിപ്പോൾ തന്ന ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ ആദ്യം എഴുതും എന്താ, കവിയുടെ പേര്. അപ്പൊ പ്രേംചന്ദ് കി മഷൂർ കഹാനി, പ്രേംചന്ദിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള കഥയുടെ പേര്. ഈ കഥയിലെ മുഖ്യ പാത്ര ഹേ, പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ആര്? നമുക്ക് ആരെക്കുറിച്ചാണോ എഴുതാൻ തന്നത് അവരുടെ പേര് എഴുതാം. അതിനുശേഷം ആളുടെ കുറിച്ചുള്ള കാര്യങ്ങൾ, വിശേഷതകൾ എന്ത് ചെയ്യുക, വളരെ ചുരുക്കി പ്രധാനപ്പെട്ട കാര്യങ്ങൾ താഴെ എഴുതാം. ഇത്രയും കാര്യമാണ് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ റപ്പട്ടും ക്യാരക്ടർ സ്കെച്ചും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നില്ലല്ലോ അല്ലെ. അപ്പൊ റപ്പട്ട് എന്ന് പറഞ്ഞാൽ എന്താ, സമാചാറാണ്. അതുപോലെ ചരിത്രഗത ടിപ്പണി ക്യാരക്ടർ സ്കെച്ചാണ് കേട്ടോ. അപ്പൊ ഈ ടിപ്പണി കാണുന്ന സമയത്ത് ഇപ്പം കവിതയുടെ ടിപ്പണി എന്ന് കാണും, അതുപോലെ ചരിത്രഗത ടിപ്പണി എന്ന് കാണും. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. അത് കവിതയുടെ ആശയമാണ്, ഇത് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്ന കാര്യമാണ്. ഈ 2 കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മറന്നു പോകരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താ നമുക്ക് ഈ ഒരു എക്സാമിന് വരാൻ പോകുന്ന ചോദ്യങ്ങൾ. ഈ ഫോർമാറ്റ് നിങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്. പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ,
അപ്പോൾ ഈ ഫോർമാറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അത് ഹെൽപ്ഫുൾ ആവും. സോ ഒരുപാട് പേർക്ക് ഇനിയും എന്തുണ്ടാവും, ഈ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടാവും. അതെന്ത് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ ഇതുപോലെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് വേണം അല്ലേ. അപ്പോൾ ഇത് ഇപ്പോൾ ഫോർമാറ്റ് കിട്ടി, പക്ഷേ ഈ ഫോർമാറ്റിലേക്ക് എങ്ങനെയാണ് കോണ്ടന്റ് അപ്ലൈ ചെയ്യാനുള്ള ഡൗട്ട് ഇല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ കയറുക. ലൈവിൽ എന്ത് ചെയ്യും, നമ്മളിത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ മാക്സിമം ഫ്രണ്ട്സിന് നിങ്ങൾ അയച്ചു കൊടുക്കുക. ദെൻ നമ്മുടെ ലൈവ് മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ലൈവിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ ഇതുപോലത്തെ ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ്സിനെ കാണാം. അപ്പം